നമസ്കാരം. സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒന്നാകെ പുതിയ സ്ട്രൈക്കറുടെ വരവും നോക്കി നിൽക്കുന്ന തിരക്കിലാണെങ്കിൽ ചരിത്രത്തിൽ ഇതുവരെ ഒരു ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സിനെ ആദ്യ കിരീടത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടുള്ള യാത്രയിൽ തന്നെയാണ് പുതിയ പരിശീലകൻ മിഖായിൽ സ്റ്റെറിയും സംഘവും. നോക്സദായി, ക്വാമി പെപ്ര, അഡ്രിയൻ ലൂണ സഖ്യത്തിൻ്റെ മികവിൽ ഗോളടി മേളം തന്നെ തീർത്ത് ഡ്യൂറൻ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ വരെ എത്തി നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിലേക്ക് മുന്നേറാൻ കിരീട നേട്ടങ്ങൾ ശീലമാക്കി മാറ്റിയ ബംഗളൂരു FC മറികടന്നേ തീരൂ. 2023 ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പ്ലേ ഓഫ് പോരിനിടെ ബംഗളൂരു FC നായകൻ സുനിൽ ഛേത്രിയുടെ വിവാദ ഗോളും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇറങ്ങിപ്പോക്കും ഒക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരു FC പോരാട്ടം വരുമ്പോൾ ഓർമ്മകളിലേക്ക് ഓടിയെത്തുക എങ്കിൽ ആ സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ പോരാട്ടത്തിന് ഇരട്ടി വീര്യം തന്നെയാണ്. കൊൽക്കത്തയിൽ ഇന്നത്തെ രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ മികച്ച ഫോമിൽ 3 മത്സരങ്ങളിൽ 3 വിജയിച്ചെത്തുന്ന ബംഗളൂരു FCയുടെ പ്രതീക്ഷ മുഴുവൻ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയായ അർജന്റൈൻ സ്പെഷ്യൽ യോർക്കി പെരേര ഡിയാസിലാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷ മുഴുവൻ FC ഗോവയിൽ നിന്നും ഇത്തവണ ടീമിലെത്തിച്ച നോക്സദോയും ഒപ്പം ക്വാമി പെപ്രയും നടത്തുന്ന മികച്ച മുന്നേറ്റങ്ങളിലുമാണ്. ഇരു ടീമുകളുടെയും മുന്നേറ്റ നിരയിലാണ് കരുത്തെങ്കിൽ പ്രതിരോധം ഫോമിലെത്താത്തത് ഇരു ടീമുകൾക്കും തലവേദന സൃഷ്ടിക്കുന്നുമുണ്ട്. ഇതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പ്രതിരോധ ഭടൻ അലക്സാണ്ടർ കൊയഫിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കളത്തിലിറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.